ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു 50 സോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. അത് സ്ഥിരമായിട്ടുള്ള ഒരു കസ്റ്റമർ സ്ഥിരം എടുക്കണേണ്. അപ്പോൾ ഞാൻ ആ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെയെന്ന് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് ഞാനിപ്പോൾ കുറേ സോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും പല പല വീഡിയോസ് ഓരോരുത്തരും കണ്ടിട്ട് ഓരോ ഡൗട്ടുകൾ ചോദിക്കും. അപ്പം ഈ ഒരു വീഡിയോസിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാ അളവുകളും ഒക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയണ്ട വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയണം, എൻ്റെ ചാനലൊന്ന് നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അതായത് സോപ്പിനെ പറ്റിയിട്ട് ഒത്തിരി സംശയങ്ങളായിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കേട്ടോ എന്നെ. അപ്പോൾ പലരുടെയും സംശയങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വീഡിയോയുടെ താഴെ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ്. അപ്പോൾ എന്ന് വെച്ചാൽ അത് ഒരുപാട് പേർക്ക് അത് പ്രയോജനമാണ്. പിന്നെ ഒത്തിരി പേര് ഞാൻ ചോദിക്കും, വീഡിയോയുടെ അടിയിൽ വന്നിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോന്ന് പറയുമ്പോൾ പലരും പറയണത് കമൻ്റ് ഇടാനൊന്നും അറിയില്ല മോളെ എന്നൊക്കെ പറയും കേട്ടോ ചിലർ. അപ്പോൾ അവർക്ക് അറിയില്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ കമൻ്റ് ഇടാൻ അറിയാവുന്നവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ചോദിക്കണം കേട്ടോ. അപ്പോൾ അത് ഒത്തിരി പേർക്ക് അത് യൂസ്ഫുൾ ആവും. അത് ഇത്തിരി പ്രായമായവരൊക്കെ ആണെങ്കിൽ അവർക്ക് ശരിയാണ്, അവർക്ക് കമൻ്റ് ഇടാനൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്നൊരു സഹായം കേട്ടോ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വീഡിയോയുടെ അടിയിൽ ചോദിച്ചോട്ടോ, ഞാൻ അതിന് റിപ്ലൈ എന്തായാലും തരും. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. പിന്നെ അതുപോലെ ലൈക്ക് എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട് തന്നെ കേട്ടോ. എന്ന് വെച്ചാൽ ഒത്തിരി പേരിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്കിന് അത്രയ്ക്ക് വിലയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലൈക്ക് നിങ്ങൾ എന്തായാലും ഇട്ടിട്ട് വേണം വീഡിയോ കാണാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തും, അതെനിക്കൊരു ഉപകാരമായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റണവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയില്ല ഒരു ക്രീം. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിലേ ഇതാണ് കേട്ടോ ക്രീം. അത്രയ്ക്ക് അധികം യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ക്രീം. അപ്പം ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നത് അലോവേര ജെല്ല്, അതുപോലെ ഷിയ ബട്ടർ, റിഫൈനഡ് ഷിയ ബട്ടർ നമുക്കറിയാമല്ലോ, നമ്മുടെ സ്കിന്നിന് അത്രയേറെ ഗുണങ്ങളുള്ളതാണ് ഷിയ ബട്ടറിന്. അപ്പം അതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ എക്സ്ട്രാക്റ്റ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, വെജ് ഗ്ലിസറിൻ. ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് നിർത്താനും നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ നിലനിർത്താനും ഈ ഒരു ക്രീം വളരെ നല്ലതാണ് കേട്ടോ. ഇത് രാത്രി കിടക്കാൻ നേരത്ത് മുഖമൊക്കെ നല്ലോണം വാഷ് ചെയ്ത് തുടച്ചിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. അതുപോലെ രാവിലെ എണീറ്റിട്ടും മുഖം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ കൂടിയൊക്കെ നടക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് സൺസ്ക്രീനോ നമ്മൾ എന്ത് ക്രീമോ ഇതിൻ്റെ മുകളിൽ ഇടണേനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം അത്രയധികം ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ഒരു ക്രീമിനെ കുറിച്ച് പറയണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം ഇത് വാങ്ങിച്ച് നോക്ക്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടും, അതെനിക്ക് 100% ഉറപ്പാണ് കേട്ടോ. നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് മാറാനും അതുപോലെ കണ്ണിനടിയിൽ വരുന്ന ചുളിവുകളൊക്കെ മാറാനും നമ്മുടെ ലാഫിംഗ് ലൈൻസിൻ്റെ ആ ചുളിവുകളൊക്കെ മാറാനൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ. അത്ര റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ വീഡിയോയിൽ ഞാൻ ഇത് പറയണത് കേട്ടോ. അപ്പോൾ ഷിയ ബട്ടറൊക്കെ അടങ്ങിയതാണ്, എന്നാൽ പോലും അതുപോലെ മഞ്ചിഷ്ടയുടെ എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ മെയിനായിട്ട് കൊടുത്തേക്കണം. മഞ്ചിഷ്ട ഫെയർനെസ് ക്രീമാണ്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ മഞ്ചിഷ്ടയാണെന്ന് പറഞ്ഞിട്ട് എന്താ ഈ കളറെന്ന്. നമുക്ക് ഇതിൽ മഞ്ചിഷ്ടയുടെ എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് അത് ചെയ്യണം. ഈ ഒറിജിനൽ മഞ്ചിഷ്ടയൊക്കെ ചേർക്കണേക്കാളും ഒരു 10 ഇരട്ടി ഗുണം അതിൻ്റെ എക്സ്ട്രാക്റ്റിനാണെന്നാണ് പറയണത് കേട്ടോ. എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സത്ത് എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കണത് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വീണ്ടും വീണ്ടും ഈ ഒരു ക്രീമിനെ കുറിച്ച് പറയണത്. നിങ്ങൾ ഒരു വട്ടം വാങ്ങി നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിനാണ് ഞാനിത് തയ്യാറാക്കിയേക്കണത്. ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കട്ടെ. പിന്നെ ഈ വീഡിയോ ഇത്തിരി ലെങ്ത് ആവും. ഒരു 50 സോപ്പ് ഉണ്ടാക്കണം നമുക്ക്. ഞാൻ പരമാവധി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ.
എന്നിട്ടും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, എന്തായാലും ഡൗട്ടുകളുണ്ട്, ഉണ്ടാവും എന്ന് എനിക്കറിയാം. നിങ്ങൾ വീഡിയോയുടെ അടിയിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ത് ഡൗട്ടാണെങ്കിലും ചോദിച്ചോ, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ സോപ്പിൻ്റെ എല്ലാ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ നിങ്ങൾക്ക് സോപ്പിൻ്റെ എന്ത് മെറ്റീരിയൽസ് വേണമെങ്കിലും ഞാൻ ഈ നമ്പറിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വലിയ ലാഭമൊന്നും എടുക്കാതെ ഒരു ചെറിയ ലാഭം എടുത്തിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് തരണത് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഓർഗാനിക് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹെയർ ഓയിൽ, ഓർഗാനിക് ഷാമ്പു. ഹെയർ ഓയിലിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഇത്രയും മുടിയല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ എനിക്ക് മുടി വളർത്തണ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. പെട്ടെന്ന് എൻ്റെ മുടി വളരും, പക്ഷേ എനിക്ക് ഷോർട്ട് ഹെയർ ആണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുടി വളർത്താത്തത്. മുടി കൊഴിച്ചിൽ, താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഹെയർ ഓയിലുണ്ട്, ഓർഗാനിക് ഷാമ്പു ഉണ്ട്, ഫേസ് മസാജിങ് ഓയിലുണ്ട്, പിന്നെ ലിപ് ബാം ഉണ്ട്. ഇപ്പം ഞാൻ ഇട്ടേക്കണത് എൻ്റെ തന്നെ ലിപ് ബാമാണ് കേട്ടോ. അതിൽ കാസ്റ്റർ ഓയിലുണ്ട്, ആൽമണ്ട് ഓയിൽ, ആൽമണ്ട് ബട്ടർ, മാംഗോ ബട്ടർ, അതുപോലെ കർണോബ വാക്സ്, ബീസ് വാക്സ്, പിന്നെ ബീട്രൂട്ട് ഓയിൽ. ബീട്രൂട്ട് പൗഡറല്ല ചേർത്തേണം. ബീട്രൂട്ട് പൗഡർ ചേർക്കുമ്പോൾ കുറച്ച് കളയുമ്പോൾ അത് ചിലപ്പോൾ ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ഇതിൽ ചേർത്തേക്കണത്. അതുപോലെ തന്നെ നമുക്ക് ലിപ്പിന് നല്ല സേഫായിട്ടുള്ള പിഗ്മെൻറ്റും ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നാച്ചുറൽ ലിപ്പിൻ്റെ കളറാണ് കേട്ടോ ഇത് ഞാൻ ചേർത്തേക്കണം. അപ്പം ലിപ് ബാം ആവശ്യമുള്ളവർ അതും ചോദിക്കുക, ഞാൻ അയച്ചുതരാം കേട്ടോ. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കിനി സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകാം. അപ്പോൾ നമ്മളെപ്പോഴും നല്ല നല്ല പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ നോക്കുക. നമ്മുടെ സ്കിന്നിനെ നമുക്ക് സംരക്ഷിക്കണം. അപ്പോൾ നമുക്ക് നല്ല യങ്ങായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നും നമുക്ക് സ്കിന്നിന് എന്ത് സംഭവിച്ചാലും നമുക്കത് ഫീൽ ചെയ്യൂല കേട്ടോ. കുറച്ച് പ്രായമായൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് സ്കിന്നിന് നമ്മുടെ ഡാമേജുകളൊക്കെ നമുക്ക് വിസിബിളായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ നമ്മൾ ഒരുപാട് കെമിക്കൽ അടങ്ങിയ ഹാർഷായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കാതെ നോക്കണം കേട്ടോ. ഇപ്പം നമ്മൾ വിപണിയിൽ കിട്ടണ പല പല സോപ്പുകൾ, നല്ല നല്ല ബ്രാൻഡിൻ്റെ സോപ്പുകൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കണവരായിരിക്കുമല്ലോ മിക്കവരല്ലേ. അപ്പോൾ ആ സോപ്പിൻ്റെയൊക്കെ pH ലെവൽ എത്രയാണെന്നുള്ളത് നിങ്ങൾക്കറിയുമോ? പല സോപ്പിനും 10-ന് മുകളിലാണ് കേട്ടോ pH ലെവൽ. അപ്പോൾ നമ്മുടെ ഈ സോപ്പ് ബേസ് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ബേസാണ്, പാരബൺ സൾഫേറ്റ് ഫ്രീ ആണ്. എന്നാൽ പോലും നമ്മൾ ലാബ് ടെസ്റ്റൊക്കെ ചെയ്തതാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഒരു വിശ്വസിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലാബ് ടെസ്റ്റൊക്കെ ചെയ്തതാണ് കേട്ടോ. അപ്പം കറക്റ്റ് pH ഒക്കെ ഉള്ള ബേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ക്വാളിറ്റി ബേസ് ഞാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണില്ല. ആദ്യം ഞാനൊരു വട്ടം എടുത്തതാണ്. പിന്നെ ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്ക്, നമുക്കുള്ള കസ്റ്റമർ മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ സെക്കൻഡ് ക്വാളിറ്റി ബേസ് ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം. ഇപ്പം എൻ്റെ കയ്യിൽ ഫസ്റ്റ് ക്വാളിറ്റി ബേസാണ് ഉള്ളത്. അപ്പോൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലവരായ കൂട്ടുകാരത് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. അതിനുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ഉണ്ടാക്കാൻ ഞാനത് 5 കിലോ ബേസാണ് കേട്ടോ എടുത്ത് വെച്ചേക്കണത്. 50 സോപ്പിന് നമുക്ക് 100 ഗ്രാമിൻ്റെ സോപ്പാണെങ്കിലേ 5 കിലോ തികയൂല. ഇത് 90 ഗ്രാമിൻ്റെ സോപ്പാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ ഇത് മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് പപ്പായയുടെ സ്മെല്ല് എടുത്തിട്ടുണ്ട്, പപ്പായയുടെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ടുണ്ട്, വെജ് ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്, അതുപോലെ പപ്പായയുടെ ഓറഞ്ച് റെഡ് കളറാണ് കേട്ടോ. ഓറഞ്ച് കളറുമല്ല റെഡ് കളറുമല്ല, ഓറഞ്ച് റെഡ് എന്നാണ് ഈ കളറിൻ്റെ പേര്. പിന്നെ ഇത് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 1 കിലോയിലേക്ക് അങ്ങനെ ഞാൻ അളവ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി. കാണാൻ പറ്റണില്ലേ എല്ലാവർക്കും? അപ്പോൾ 1 കിലോയിലേക്ക് നമുക്ക് ഒരു 10 ml 8 ml എടുക്കാം കേട്ടോ വെജ് ഗ്ലിസറിൻ. ഇപ്പം ഇനി വെജ് ഗ്ലിസറിൻ ചേർത്തില്ല എന്ന് വിചാരിച്ച് ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ ഓൾറെഡി ഗ്ലിസറിൻ ബേസിലാണ് കേട്ടോ നമ്മുടെ ഈ ബേസ്. അപ്പോൾ നമ്മൾ ഗ്ലിസറിനെല്ലാം ചേർത്തിട്ട് നമ്മൾ pH ഒക്കെ കറക്റ്റാക്കിയിട്ട് നമുക്ക് കിട്ടിയേക്കണ ബേസാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കൊരു
8 ml ചേർക്കാം. കറക്റ്റ് അളവൊന്നുമില്ല, 1-2 ടീസ്പൂൺ നമുക്ക് വെജ് ഗ്ലിസറിൻ ചേർക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ ഈ ഓറഞ്ച് റെഡ് കളർ ഞാൻ 1 കിലോയിലേക്ക് ഒരു 33 ഡ്രോപ്സ് ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അത്രയും കളറ് ചിലപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കളറ് ആയതുകൊണ്ടായിരിക്കാം അത്രയും ചേർക്കേണ്ടത്. ചില കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കളറുണ്ടാവും, അപ്പോൾ അത്രയും ചേർക്കേണ്ട വരില്ല. അത് ഓരോ കളറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അത്രയും ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് നമുക്ക് ക്യാപ്സ്യൂളാണെങ്കിൽ 1 കിലോയിലേക്ക് 7-8 ചേർക്കാം. നമുക്ക് ഇതാവുമ്പോൾ നമുക്ക് ഒരു 4 അല്ലെങ്കിൽ 5 ഡ്രോപ്സ് 1 കിലോയിലേക്ക് ചേർത്താൽ മതി കേട്ടോ. ഇപ്പം എല്ലാവരും ഈ 5 കിലോ ഉണ്ടാക്കണവരല്ലായിരിക്കുമല്ലോ, 1 കിലോ ഒക്കെയാണല്ലോ ചിലപ്പോൾ ഉണ്ടാക്കാൻ ചാൻസ്. അപ്പം ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ ഒറ്റയടിക്ക് 5 കിലോ ഉണ്ടാക്കണില്ല കേട്ടോ. എനിക്ക് അതിനുള്ള അത്രയും വലിയ പാത്രമൊന്നും എൻ്റെ കയ്യിലില്ല, അപ്പോൾ കുറച്ച് വെച്ച് ചെയ്യുള്ളൂ. പിന്നെ പപ്പായയുടെ എക്സ്ട്രാക്റ്റ് 1 കിലോയിലേക്ക് 10 ml ആണ് കേട്ടോ ചേർക്കേണ്ടത്. അതിൽ കൂടിപ്പോകരുത്, കൂടിപ്പോയാലേ സോപ്പ് ഒരു കട്ടിയില്ലാണ്ട് ആയിപ്പോവും കേട്ടോ. അപ്പോൾ അതിൽ കൂടിപ്പോകണ്ട. പിന്നെ സ്മെല്ല് ഫ്രാഗ്രൻസ് നമ്മൾ 1 കിലോയിലേക്ക് 25 മില്ലിയാണ് ഞാൻ ചേർക്കണം. ചില ആൾക്കാർ അത്രയും ചേർക്കില്ല, ഞാൻ അത്രയും ചേർക്കാറുണ്ട് കേട്ടോ. 25 മില്ലി ഫസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ ഈ നമ്മുടെ ഫ്രാഗ്രൻസ്. പിന്നെ വേറൊരു കാര്യം, ഇനിയിപ്പോൾ നമ്മൾ പപ്പായയുടെ എക്സ്ട്രാക്റ്റ് എല്ലാവരും കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. നമ്മൾ പപ്പായയുടെ ജ്യൂസ് ആണെങ്കിൽ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് നല്ല സോപ്പ് നല്ല കണ്ണാടി പോലെ ഇരിക്കണമെങ്കിൽ ഈ 1 കിലോയിലേക്ക് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് 1 കിലോയിലേക്ക് നമുക്ക് 10 ഗ്രാം വരെയും ജ്യൂസ് ആഡ് ചെയ്യാമെന്ന്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സോപ്പ് കാണാനുള്ള ഭംഗി, ആ സോപ്പ് ഒരു ഗ്ലാസ് പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ സോപ്പ് ഒത്തിരി നാൾ അത് മെൽറ്റാവാതെ കുറച്ച് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും 1 കിലോയിലേക്ക് ഒരു 30 ml ചേർത്താൽ മതി കേട്ടോ. ഈ പപ്പായയുടെ ജ്യൂസാണ് നിങ്ങൾ ചേർക്കണമെങ്കിൽ 30 ml ചേർത്താൽ മതി 1 കിലോയിലേക്ക് കേട്ടോ. അപ്പോൾ ആ സോപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇത് വാങ്ങാൻ തോന്നും. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ബേസിൻ്റെ അളവുകളാണ് ഈ പറയണത്. പിന്നെ നമുക്ക് ഈ ഓൺലൈന് ഫ്ലിപ്കാർട്ട് ആമസോണിൽ നിന്നൊക്കെ വാങ്ങണ ബേസൊക്കെ വളരെ മോശം ബേസാണ് കേട്ടോ. അപ്പോൾ അതിലേക്കൊക്കെ വളരെ കുറച്ച് എല്ലാ സംഭവം ഒരു പേരിന് ചേർത്തെന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് ചേർക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ സോപ്പിനൊരു കട്ടി ഉണ്ടാവില്ല, സോപ്പ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞൊക്കെ പോകും. അങ്ങനത്തെ ഒരു ഇതായിരിക്കും അങ്ങനെയൊക്കെ വാങ്ങണ സോപ്പ്. ഇതാകുമ്പോൾ നമുക്ക് പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി ബേസാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല കല്ല് പോലെ ഇരിക്കണം കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കിയാലും ഇതുപോലെ ഇരിക്കും സോപ്പ്. നല്ല ബേസാണ് കേട്ടോ അത്. പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി ബേസ്. ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ ഉപയോഗിക്കാൻ പറ്റിയ ബേസാണ് കേട്ടോ. പറഞ്ഞ് നമ്മുടെ വീഡിയോ ഒത്തിരി നീണ്ടു പോകുന്നുണ്ട്, എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇപ്പം നിങ്ങളുടെ ഡൗട്ടൊക്കെ ഏകദേശം ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ബേസ് എടുത്ത് മെൽറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ അളവ് അനുസരിച്ച് നമുക്കെല്ലാം ചേർത്തിട്ട് സോപ്പ് ഉണ്ടാക്കാം. ഞാനിനിപ്പോൾ പോയിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ബേസ് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ബേസ് കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു എനിക്കിപ്പോൾ ഒന്നിച്ചുണ്ടാക്കാനുള്ളൊരു പാത്രം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഒരു 2 കിലോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് കണ്ട നല്ല ക്ലിയർ ആയിട്ടുള്ള ബേസാണ്. നമ്മുടെ കയ്യിലൊന്നും ഇതേ ഒട്ടി പിടിക്കൂല, ഒന്നും നമ്മുടെ കയ്യിലാവൂല. അങ്ങനത്തെ ഒരു ബേസാണ് കേട്ടത്. ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി ബേസാണ് കേട്ടത്. പാരബൻ സൾഫേറ്റ് ഫ്രീ ആണ്, പ്രീമിയം ക്വാളിറ്റിയാണ്. 1 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കും അതിൽ ഉപയോഗിക്കാം, സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബേസാണ് കേട്ടോ. ഇപ്പോഴും ഈ ഒരു ബേസ് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും ഈ ബേസ് എടുത്തിട്ട് പറയും, ഇതുപോലൊരു ബേസ് ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറയും. പക്ഷേ എൻ്റെ കയ്യിൽ മാത്രമല്ല, പല സ്ഥലത്തും ഈ ബേസ് കിട്ടാനുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവർക്കും അറിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. പല യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും ഈ ബേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ബേസ് വാങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വന്നത് കേട്ടോ. നമുക്കിനി ഇത് ഒരു 2 കിലോ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ചെയ്യണത്. 2 കിലോ കൊള്ളുമെന്ന് നോക്കാം.
ഇതിലിപ്പോൾ 1.5 കിലോ ബേസാണ് കേട്ടോ ഇതിൽ കൊണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഒരു 1/2 കിലോ കൂടിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മെൽറ്റായി കഴിയുമ്പോൾ ഇത് താഴോട്ട് ഒന്ന് ആവുമല്ലോ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനത് മെൽറ്റ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ സോപ്പ് ബേസ് മെൽറ്റ് ആകുമ്പോഴേക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞ അളവിൽ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് അലോവേര ചേർക്കാമെന്ന് വിചാരിച്ച്, അത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചേർക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനപ്പോൾ പറയാതിരുന്നത് കേട്ടോ. ഞാൻ അലോവേര ജെല്ല് ഞാൻ തന്നെ സെയിൽ ചെയ്യണ ജെല്ലാണ്, ഞാൻ ഉണ്ടാക്കണ ജെല്ലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അലോവേര ജെല്ലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം അത് പപ്പായ സോപ്പിൽ അലോവേര ജെല്ലിൻ്റെ ആവശ്യമില്ലല്ലോ, പിന്നെ ഞാൻ എല്ലാ സോപ്പിലും കുറച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആദ്യം അത് പറയാതിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അലോവേര ജെല്ലും കൂടി എടുക്കട്ടെ കേട്ടോ. ഈ 2 കിലോയിലേക്ക് ഞാനൊരു 10 ml മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കണ്ടില്ലേ, ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ എടുത്താൽ മതി. ഞാനിതിലേക്ക് വെജ് ഗ്ലിസറിൻ ഒഴിച്ച് നിങ്ങൾ ക്യാമറയിൽ വന്നോന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു 10 ഡ്രോപ്സ് ഈ വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ബേസും കൂടി അതിലേക്ക് കൊണ്ടുപോയി ഇടട്ടെ കേട്ടോ. ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചത് 1,600 ഉണ്ടായിട്ടോ. ഇനി ഒരു 400 ഗ്രാമും കൂടി തൂക്കി നോക്കാം. ഒരു 400 ഗ്രാം ഉണ്ട് കേട്ടോ. ഇത് ബാലൻസ് വന്ന ബേസാണ്. നമുക്കിനി അടുത്തത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടത് ചെയ്യാം. അപ്പോൾ ടേബിൾ അത്രയും സ്ഥലം അങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കേട്ടോ
നമ്മുടെ 50 സോപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മഴയാണ്, മഴയുടെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ഇതൊന്നും നമ്മുടെ വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റണില്ല. ഭയങ്കര സൗണ്ടാണ് മഴയുടെ. അതുകൊണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കണത് അങ്ങനെ കാണിച്ചില്ല. ആദ്യം ഞാൻ 2 കിലോ ചെയ്യണതെല്ലാം കാണിച്ചല്ല. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ ചെയ്തിട്ടാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. മഴയുടെ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലത് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഇതുവരെ എന്നെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.